ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. കാരണം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മുടെ ഇതുവരെ എനിക്കുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത്. കാരണം നമ്മൾ വളരെ ലെങ്തിയുള്ള വീഡിയോ ആണ് ഇടുന്നത് എന്നുള്ള ആ ഒരു അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളൊരു നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാതൊക്കെ നമ്മൾ റീഡ് ചെയ്യാതെ ജസ്റ്റ് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോലെ നമ്മൾ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളൊരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്ത സമയത്ത് അവർ പറഞ്ഞ രീതിയിലുള്ള ഫോട്ടോ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു അപേക്ഷ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഇനി അത് മാത്രമല്ല, നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ലെങ്കിലും നമ്മൾ അതൊക്കെ നമ്മൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന കാറ്റഗറി സർട്ടിഫിക്കറ്റുകൾ. അപ്പോൾ അതൊക്കെ നിശ്ചിത ഫോർമാറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് തന്നെ വേണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ GDSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, പേഴ്സണലായിട്ട് ഈ പറയുന്ന ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് അത് പോസിബിൾ അല്ല. മാക്സിമം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു തവണ ചോദിച്ച് അവർക്ക് റിപ്ലൈ കൊടുത്താൽ വീണ്ടും അവർ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് അതിൽ എനിക്ക് വിശദീകരിച്ച് കൊടുക്കാൻ പ്രയാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ഈ പറയുന്ന ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവരെയും നമ്മൾ പരിഗണിക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാവരുടെയും അപേക്ഷ എന്താണ് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, ഇനി എന്താ ചെയ്യാൻ പറ്റുക. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ പോസ്റ്റൽ ഓഫീസുമായി ബന്ധപ്പെട്ട് GDSുമായി ബന്ധപ്പെട്ട് നമ്മൾ 3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ 3 വീഡിയോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്താണ് നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതാ ഈ ലേറ്റസ്റ്റ് പോസ്റ്റിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യൻ പോസ്റ്റ് GDS എന്നുള്ള ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ 3 വീഡിയോസ് ഞാൻ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഒന്ന് GDS ഓൺലൈൻ ഫോം ഫില്ലിങ്ങിൻ്റെ വീഡിയോയും, ഒന്ന് നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോയും, ഒന്ന് ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യത കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്താണ് ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഉദ്യോഗാർത്ഥികളുടെ സംശയങ്ങൾക്ക് ഉത്തരം എന്ന് പറഞ്ഞിട്ട്. ഈ 3 വീഡിയോസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ കണ്ടാൽ, അല്ലെങ്കിൽ 4 വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു മാക്സിമം നിങ്ങൾക്ക് ടോട്ടലായിട്ട് നിങ്ങളൊരു 1 അവറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത് കണ്ടു തീർക്കാൻ പറ്റും. നിങ്ങൾ കുറച്ച് പ്ലേബാക്ക് സ്പീഡ് കൂട്ടി കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പണവും അതുപോലെ തന്നെ നിങ്ങളുടെ സമയവും ഒക്കെ നിങ്ങൾക്ക് എന്താണ് ലാഭിക്കാമെന്നുള്ളതാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എഡിറ്റിംഗ് വെറുതെ നടത്താൻ പറ്റില്ല. നമുക്ക് ഈ പറയുന്ന GDS നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തെറ്റുകൾ വന്നാൽ എഡിറ്റിംഗ് നമുക്ക് വെറുതെ നടത്താൻ പറ്റില്ല. അതിൽ നമ്മൾ ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ. അത് എഡിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്നാന്നൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതാണ് നോട്ടിഫിക്കേഷൻ വീഡിയോ, ജസ്റ്റ് വാച്ച് ഓൺ യൂട്യൂബിൽ നിന്ന് കൊടുത്താൽ മതി. ഇല്ല നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോസ് ഇവിടുന്ന് ജസ്റ്റ് കണ്ടിട്ട് അത് കാണാവുന്നതാണ്. ഇതാണ് നോട്ടിഫിക്കേഷൻ വീഡിയോ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ഈ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഞാൻ ഓരോന്ന് തമ്പനയിലും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വീഡിയോ തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ഫോം ഫില്ലിംഗ് ആണെങ്കിൽ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇന്ത്യൻ നേവിൻ്റെ ഒക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ലൈവ് ക്യാപ്ചറൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും മുഴുവനായിട്ട് ഇത് കേൾക്കുമെന്ന് വിശ്വസിച്ചാണ് ഞാനിത് പറയുന്നത്. കാരണം ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറയുന്ന നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ സ്റ്റേജാണ് ഈ പറയുന്ന അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. ആ അപ്ലിക്കേഷന് നമ്മൾ വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എലിജിബിൾ ആയിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷൻ ആ എലിജിബിൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അതിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ SC ST OBC ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഇപ്പോൾ പല നമ്മൾ അക്ഷയയിലോ അവിടെയൊക്കെ പോയി നമുക്ക് അപ്ലൈ ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയും ഇപ്പം വേണ്ട, ഇപ്പോൾ ആവശ്യമില്ല എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്ത് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ്, അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അത് നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് എല്ലാ നോട്ടിഫിക്കേഷനും പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് വളരെ കൂടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓരോരുത്തരുടെ എന്താണ് ഐഡിയും കാര്യങ്ങളൊക്കെ വെളിപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് എനിക്ക് വന്ന പേഴ്സണൽ മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാത്തത്. അത്രയും എന്താണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വീഡിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ജസ്റ്റ് നമ്മുടെ വീഡിയോ കാണാതെ വന്ന് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ കമൻറ്റിൽ നിങ്ങൾക്ക് കാണാം ഡയറക്റ്റായിട്ട് ആ വീഡിയോ ഒന്ന് കാണാതെ ഇതിനെത്രയാണ് ഫീ, ഇതിനെത്രയാണ് ഏജ് ലിമിറ്റ്, ഇതൊക്കെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ നമുക്കതിലൊരു പ്രയാസമുണ്ട്. കാരണം അത്രയും നമ്മൾ ഒരുപാട് ഒരു ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമ്മൾ വീഡിയോ ഇതിലേക്ക് എന്താണ് നമ്മൾ ഇത്രയും വോയിസ് ഓവറൊക്കെ കൊടുത്ത് ഇത്രയും ടൈം ഇരുന്ന് നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കത് അപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളൊരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ഫുള്ള് കാണാൻ ഞാൻ പറയുന്നില്ല.
ആദ്യം നിങ്ങൾ നോക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം മാത്രം ഓൺലൈൻ ഫോം ഫില്ലിംഗ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും സമീപത്തുള്ള ഇൻ്റർനെറ്റ് കഫേ, അതുപോലെ അക്ഷയ, ഇവിടെയൊക്കെ നല്ല പരിചയമുള്ള ആളുകളായിരിക്കാം ഉണ്ടായിരിക്കുക, അവർ നമുക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് തരും. അത് എല്ലാ സമയത്തും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. കാരണം ഇവർ മാറി മാറി വന്ന് കളിക്കുന്ന ആളുകളുണ്ടാവും, പുതിയ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവർ ചെയ്തു തരിക. അപ്പോൾ അതിലെന്തെങ്കിലും എറർ വന്നാൽ നിങ്ങൾക്കായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങൾ വരിക. കാരണം അത്രയും സമയത്ത് നമ്മൾ പഠിച്ച് എക്സാമൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് നമ്മൾ പിന്നീട് പെട്ടെന്ന് ഈ പ്രശ്നം കൊണ്ട് നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവുന്ന അവസ്ഥയൊക്കെ വന്നാൽ അത് നിങ്ങൾക്ക് അപ്പം ചിലപ്പം സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പിന്നെ ആ ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വളരെ പ്രയാസകരമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇപ്പോൾ GDS ബന്ധപ്പെട്ട് നമ്മൾ സംശയങ്ങൾക്കുള്ള മറുപടി നാട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം വിദ്യാർത്ഥികൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, ഈ വീഡിയോ കാണാത്തവരായിരിക്കും. ചിലപ്പോൾ കമൻറ്റ് സെക്ഷനൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾ റീഡ് ചെയ്യുക. അതിൽ കുറേ ആളുകളോട് നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഡേറ്റ് ഉണ്ട്. ആ എഡിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ ഞാൻ തുടക്കത്തിൽ പറയുന്നുണ്ട്. ആ ഡേറ്റിൽ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ആ ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യും, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ആ എഡിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, നമ്മൾ ഓപ്റ്റ് ചെയ്ത നമ്മളുടെ ഡിവിഷൻ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി അവർ എന്തെങ്കിലും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ, അവരുടെ ഈ പറഞ്ഞിരിക്കുന്ന എഡിറ്റിംഗ് ഓപ്ഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. നിലവിലെ സാഹചര്യത്തിൽ എല്ലാം എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യണം. അപേക്ഷ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതും പ്രത്യേകം പറഞ്ഞുതരാം. ഓക്കെ, അതായത് നമ്മൾ പകുതി വെച്ച് അപേക്ഷ ഫീ ഒന്നും അടയ്ക്കാതെ അങ്ങനെ ഇട്ടിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ പറ്റില്ല, അത് റിജക്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്യാതെ പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇനി പിന്നീട് എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിശ്ചിത ഫീയോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു നിശ്ചിത ഡേറ്റിൽ, ആ നിശ്ചിത ഡേറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ആ GDSൻ്റെ എടുത്ത് കഴിഞ്ഞാൽ അതിൽ കാണാം, വാച്ച് ഓൺ യൂട്യൂബിൽ നിന്ന് കൊടുത്ത് കാണാം. നമ്മുടെ ഈ ചാനലിൽ കയറി നിങ്ങൾക്ക് വീഡിയോസ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് അടിസ്ഥാനത്തിലാണ് വീഡിയോസ് ഇവിടെ സോർട്ട് ചെയ്ത് വരിക. ഹോം എന്നുള്ള സെലക്ട് ചെയ്തത്, ഹോമിൽ എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ വ്യൂസ് ഉള്ളതും അതൊക്കെയാണ് ആദ്യം കാണിക്കുക. ഇവിടെ വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, വീഡിയോസ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ലേറ്റസ്റ്റ് എന്നുള്ള അതിലാണ് അത് എനേബിൾ ആയി കിടക്കുന്നത് നോക്കാം. അങ്ങനെ ആകുമ്പോൾ അത് കറക്റ്റ് ഓർഡറിൽ ഏറ്റവും അവസാനം ചെയ്തതാണ്, പിന്നെ ചെയ്തതാണ്, അങ്ങനെ ഓരോന്നും നമുക്ക് ഓർഡറിൽ ഇങ്ങനെ കാണാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഓരോന്നും നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. GDSൻ്റെ പിന്നെ ഈ പറയുന്ന ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് ഡൗട്ട് വരുന്നുണ്ട്. പിന്നെ പലരും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മനഃപൂർവ്വം അല്ല റിപ്ലൈ തരാത്തത്, നമ്മളെ സമയത്തിനനുസരിച്ചാണ് തരുന്നത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് ഫോട്ടോ സിഗ്നേച്ചറൊക്കെ ഒന്ന് റീസൈസ് ചെയ്യുക. അതിന് നമ്മുടെ വെബ്സൈറ്റിൽ ഞാനൊരു ടൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈസി ടൂൾ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഹോമിലേക്കായിരിക്കും വരിക. അവിടെ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്, അഡ്മിറ്റ് കാർഡ്, റിസൾട്ട്, ഇങ്ങനെ ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഒഴിവിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് വരികയാണ് വെബ്സൈറ്റൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈസി ടൂൾസ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം. ഈസി ടൂൾസിലൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം 3 ടൂളാണ് ഇപ്പോൾ ഇതിൽ നിലവിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഏജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഏജ് കാൽക്കുലേറ്റർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പറയും ഇന്ന ഡേറ്റിലേക്ക് ഇത്ര ഏജ് വേണമെന്ന്. ആ ഏജ് എന്ത് ചെയ്യുക, അടിയിൽ കൊടുക്കുക, ഏത് ഡേറ്റിലേക്കാണ് വേണ്ടതെന്ന്. അങ്ങനെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് എത്ര ഏജായി, എത്ര മാസമായി, എത്ര ഡേ എന്നൊക്കെ ഇതൊന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ടൂളായിരിക്കും. അതോടൊപ്പം തന്നെ SSLCയുടെ 10th% കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് A+A ഏതാഴ്ച ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ആവറേജ് മാത്രമാണ്, ഇതൊന്നും കറക്റ്റ് അല്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ അടിയിൽ ഞാനൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ഇത് മാനുവലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്താണ് കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് കാണാം. ഒരു തൽക്കാലം നമുക്ക് എത്ര കിട്ടി എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാൽക്കുലേറ്റ് എടുത്താൽ നിങ്ങളെ പെർസെൻറ്റേജ് ഇവിടെ എഴുതി കാണിക്കും. ഓക്കെ, അതെല്ലാം നമുക്ക് ഏകദേശം കറക്റ്റ് ഒരു ആവറേജ് അറിയണമെങ്കിൽ, കറക്റ്റ് ശരാശരി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ജസ്റ്റ് വാച്ച് ഓൺ യൂട്യൂബ് അടിച്ചാൽ ഈ വീഡിയോ കാണാം. ഇതിൽ കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് മാർക്കായിട്ട് കൺവേർട്ട് ചെയ്യുക, മാർക്കിനെ എങ്ങനെ പെർസെൻറ്റേജ് ആക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ്.
ഓക്കെ. അപ്പോൾ അടുത്ത ടൂൾ എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പലർക്കും എപ്പോഴും ഒരു പ്രശ്നമായുള്ള ടൂളാണ് എന്ത്, ഫോട്ടോ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സിഗ്നേച്ചറൊക്കെ നിശ്ചിത ഫോർമാറ്റിൽ എഡിറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഫോട്ടോ എഡിറ്റർ നമുക്കതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇവിടെ സെലക്ട് ഫയൽ എന്ന് കൊടുക്കുക. അപ്പം ഇതിലേക്ക് ട്രാഫിക് കൂടുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സെർവറൊക്കെ തിരക്കുണ്ടാവും. അപ്പോൾ നിങ്ങളത് കിട്ടുന്നില്ല എന്ന് പറയേണ്ട, നിങ്ങളൊരു കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, കാരണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ച സൈസിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഫോർ എക്സാമ്പിൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഫോട്ടോ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ഫയൽ എന്ന് കൊടുത്തു. ഇവിടുന്ന് ഞാനൊരു ഫോട്ടോ എടുക്കുകയാണ്. ഈ ഫോട്ടോയുടെ ഇപ്പോഴുള്ള സൈസ് 36 KB സൈസാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 36.5 KB ആണ് അതിൻ്റെ ഫയൽ സൈസ്. അത് സെലക്ട് ചെയ്തു, ഓപ്പൺ കൊടുക്കുന്നു ഞാൻ. അപ്പം ഇനി അടുത്തത് ഇവിടെ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ GDSൻ്റെ തന്നെ നമുക്ക് നോക്കാം. അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് വന്നിരിക്കുന്ന ഫോട്ടോയുടെ സൈസ് എത്ര നമുക്ക് നോക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ കാണാം സ്കാൻഡ് ഫോട്ടോൻ്റെ സൈസ് വേണ്ടത് <50 KB ആയിരിക്കണം. ഇവിടെ കാണാം സിഗ്നേച്ചർ വേണ്ടത് 20 KB ആയിരിക്കണം. ഓക്കെ, <20 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫയൽ സൈസ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഡയമെൻഷൻ ആണെങ്കിലും നമുക്ക് 200x230 ആണ് ഡയമെൻഷൻ വരുന്നത് അതിൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡയമെൻഷൻ അതിൽ കാണിക്കുന്നുണ്ട് 200x230 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡയമെൻഷൻ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് വേണ്ടത് 200 ആണ് വേണ്ടത് കേട്ടോ. വിഡ്ത്ത് 200 ആണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ കാണിക്കുന്ന സമയത്ത്, ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കും എത്ര എന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് കൊടുക്കുക കേട്ടോ. ഇവിടെ 230 കൊടുക്കാം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന സ്ഥാനത്ത് അവിടെ അതിൻ്റെ പിക്സൽ കാണിക്കും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്യാം. 200x230 ഞാൻ അവിടെ സെലക്ട് ചെയ്തു. ഓക്കെ, 230 ആണ്. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഡയമെൻഷൻ ഇവിടുന്ന് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 500 കൊടുക്കുകയാണെങ്കിൽ കാണാം അതിൻ്റെ ഫോട്ടോൻ്റെ സൈസൊക്കെ അവിടെ നിന്ന് മാറും കേട്ടോ. നോക്കിയോ, ഡയമെൻഷൻ 500 കൊടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ നീളം ഇത്രയും കൂടി. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഡയമെൻഷൻ മാറുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇവിടെ 230 കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ DPI ഒക്കെ കൂട്ടിയാൽ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കൂട്ടാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടെ അടിയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് എത്ര ഫയൽ സൈസാണ് വേണ്ടതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മുടെ <50 KB താഴെ മതി. നമ്മൾ എടുത്തിരിക്കുന്ന 38 KB ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്താണ്, ഇത് വേണമെങ്കിൽ 10 KB വരെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലേക്ക് 10 KB താഴെ മതി എന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിവിടെ 10 അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം 7 KB ആണ് ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുന്നത്. മുകളിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഏറ്റവും മുകളിൽ 7 KB ആണ് ഇതിൻ്റെ ഫയൽ സൈസ് ഇപ്പോൾ ഡൗൺലോഡ് ആയത്. ഇനി ഞാനിവിടെ 50 KB അടിച്ചു കൊടുക്കുകയാണ്. 50 KB എനിക്ക് ഫയൽ സൈസ് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എടുക്കാം. ഡൗൺലോഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം 50 KB ഇല്ലെങ്കിലും അതിൻ്റെ ഉള്ളിലായിട്ട് നിയർ ആയിട്ടുള്ളൊരു വാല്യൂ നമുക്ക് ഉണ്ട് 37.3 KB ആയി. ഇനി ഞാൻ എന്താണ് 100 KB എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് കിട്ടൂല, അതിൻ്റെ നിയർ ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ 100 അടിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 61 വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ 200 അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ സൈസ് ചെറിയ രീതിയിൽ നമുക്ക് മാറ്റി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് DPI കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് 140 കൊടുത്തു. ഓക്കെ, എന്നിട്ട് 200 കൊടുത്തു. ഡൗൺലോഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ 100 KB ആയിട്ടുണ്ട്. അപ്പോൾ 100 KB മുകളിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കുക. ഈ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന എത്ര KB ആണ് നമുക്ക് വേണ്ടത് വെച്ചാൽ ഫയൽ സൈസ് നമുക്ക് കൂട്ടിയിട്ടും ഈ DPI കൂട്ടിയിട്ടും നമുക്കിതിൻ്റെ റെസൊല്യൂഷൻ ഈ പറയുന്ന എന്താണ് വിഡ്ത്തും അതായത് ഡയമെൻഷൻ വിഡ്ത്തും അതിൻ്റെ ലെങ്ത്തും ഒക്കെ നമുക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളൊരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് അതിൻ്റെ ഫയൽ സൈസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ സിഗ്നേച്ചർ നോക്കാം. അതുപോലെ സെലക്ട് ഫയൽ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ 50.2 KB ഫയൽ സൈസുള്ള എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ GDSന് അപ്ലൈ ചെയ്യണമെങ്കിൽ $20 KB താഴെ ആയിരിക്കണം ഫയൽ സൈസ്. ഇപ്പോൾ ഇതിൻ്റെ ഷേപ്പൊക്കെ കാണാൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ നോർമലി 140 എന്ത് ചെയ്യുക, ഈ വിഡ്ത്ത് വരിക, ദെൻ ഹൈറ്റ് വരിക 60 കേട്ടോ ഇതിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മളത് ഇവിടെ കൊടുത്തപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ റെഡ്യൂസ് ആയതും കൂടെ കാണാം. ഇനി ഇവിടെ ഞാൻ കൊടുക്കുന്നത് 20 എന്നുള്ളൊരു നമ്പറാണ്. 20 KB ഉള്ളിലായിരിക്കണം ഫയൽ സൈസ്, 20 കൂടാൻ പാടില്ല. എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഡൗൺലോഡ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് 50 KB നിന്നും എന്തായി മാറി 4.5 KB ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഫയൽ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഇതുപോലെ കേട്ടോ. അപ്പോൾ വലിയ ഫയലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റെഡ്യൂസ് ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് DPI കുറച്ച് കൂട്ടി എന്ത് ചെയ്യാം, ഫയൽ സൈസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതൊരു ടെസ്റ്റ് മോഡായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അവിടെ കമൻറ്റ് ചെയ്യാം, ഇതിൻ്റെ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇതൊന്ന് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല.
ഞാനത് റിപ്ലൈ തരാൻ എനിക്ക് സൗകര്യം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റിലവൻ്റ് ആയിട്ടുള്ള ഡൗട്ടുകൾക്കാണ് ആദ്യം പ്രാധാന്യം കൊടുക്കുക. അത്തരം ഡൗട്ടുകൾ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സമയമില്ലാത്തത് ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, അതിന് ശേഷം മാത്രം ഡൗട്ട് ചോദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. മാക്സിമം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സ് ആക്റ്റീവായിട്ടിരിക്കട്ടെ. നിങ്ങളതിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.